ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ റോഗൻ ഗോഷ് ആണ്. റെസ്റ്റോറന്റ് സ്റ്റൈലിൽ ചിക്കൻ റോഗൻ ഗോഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കൻ ആണ്. അത് മീഡിയം സൈസ് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തേക്കാണ്. റോഗൻ ഗോഷ് ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ടാണ് വേണ്ടിയത്. അതുകൊണ്ട് ഞാൻ ഈ മീഡിയം സൈസ് വലിപ്പത്തിലാണ് കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചേക്കുന്നതാണ് ഇത്. അതിലേക്ക് ഞാനൊരു 2 മീഡിയം സൈസ് സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കട്ടി തൈര് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. അതിലേക്ക് മീഡിയം സൈസ് 2 തക്കാളി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ തക്കാളി ഒന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 8 ഏലക്ക ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ ഇത് അരച്ചെടുക്കണം. നമുക്കിനിയും അത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രത്തിലേക്ക് എണ്ണയൊഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജീരകം ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഒന്ന് പെട്ടെന്ന് വഴന്നു കിട്ടാൻ വേണ്ടി നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇതൊക്കെ നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കൂടുതൽ എരിവ് വേണമെങ്കിൽ ഈ പച്ചമുളകിന്റെ അളവ് കൂട്ടിക്കൊടുക്കാം. ഇതും ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ വഴറ്റിയെടുക്കാം. സവോളയൊക്കെ നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊക്കെ നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ എല്ലാം ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട. ആ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ കിടന്ന് ഇതൊരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. നമ്മുടെ ചിക്കൻ അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഈ ചിക്കൻ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. തക്കാളിയും മുളക് പൊടിയും ഏലക്കയും കൂടെ ചേർത്ത് അരച്ച മിശ്രിതം ഇതിലേക്ക് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാലയും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെച്ച് ചിക്കൻ വേകുന്നിടം വരെ നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് ഇത് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി അതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ചിക്കൻ പകുതി വേവായിട്ടുണ്ട്. നമുക്ക് കുറച്ചു നേരം കൂടെ ഇതിട്ട്
വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട്. അതിലെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി അത് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിലാക്കിയതിനു ശേഷം വേണം തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കേണ്ടത്. ഇതും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ ആക്കി വേണം ഈ തൈരൊന്നും ഈ മസാലയിൽ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതും ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തൈരും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പുണ്ടോന്ന് നോക്കുക. ഉപ്പില്ല എങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുക. എനിക്കിവിടെ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അതും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. റെസ്റ്റോറന്റ് സ്റ്റൈലുള്ള ചിക്കൻ റോഗൻ ഗോഷ് റെഡിയായി. ഇതൊരു 2-3 മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. അതിനുശേഷം ഒരു സെർവിംഗ് പ്ലേറ്റിലെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയായ ചിക്കൻ റോഗൻ ഗോഷ് ആണ് ഇത്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്